ഹലോ നമസ്കാരം. രാവിലെ എഴുന്നേറ്റ് ബെറ്റിനെ സ്കൂളിൽ കൊണ്ടാക്കണം. മണി ഇപ്പോൾ 9. കാലാവാറായി. ഒന്ന് ATM കൂടെ ഒന്ന് കയറണം. CDM ഒന്ന് പോകണം. കുറച്ച് ക്യാഷ് ഇടണം. ക്യാഷ് ഇടാൻ വേണ്ടി അതിനകത്ത് ആവുണ്ട് ക്ലീൻ ചെയ്തോണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഡെപ്പോസിറ്റിംഗ് വർക്കാവുന്നില്ല. പിന്നെ ബാങ്കിൽ കയറി സെക്യൂരിറ്റിയോട് ചോദിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ ആളെയും കാണാനില്ല. ഇനി വണ്ടി സർവീസിനും എല്ലാം കൊണ്ട് കൊടുക്കാൻ നേരത്ത് അവിടെ എല്ലാം വെഞ്ഞാറമൂടിൽ ഡെപ്പോസിറ്റ് ഉണ്ട്. പിന്നെ വേറെ എവിടെ ഇല്ല. വീട്ടിലെത്തി ഒരു 1/2 കിലോ പഴം മേടിച്ചു കുട്ടിൻ്റെ കൂടെ കഴിക്കാൻ. ഇനി പല്ലൊക്കെ തേക്കണം, റെഡി ആവണം. കണ്ണനെന്ന് വിളിക്കണം. അവനെ വിളിച്ചൊന്ന് അവിടെ പോകണം. ഞാൻ റോഡ് സർവീസ് സെൻ്ററിലോട്ട് പോകണം. അതോ പീച്ചോ മുഴങ്ങ എൻ്റെ കാല് ഇവിടെ ഫുഡ് കഴിച്ചു. ഇനി ഞങ്ങൾ വെഞ്ഞാറമൂട്ട് പോകണം. വണ്ടി സർവീസിന് കൊടുക്കണം. പിന്നെ ഇരിക്കുന്ന ബോബ എന്താണ് സപ്ലൈ ചെയ്യാൻ വേണ്ടി കടകളിൽ കയറി ചോദിക്കണം. ഇപ്പം അതിന് വേണ്ടിയുള്ള പരിപാടിയാണ്. ഇനി ഇറങ്ങാൻ പോകണം. നമ്മളാണ്ട് എല്ലാവരും പോകാൻ പോകും. നേരെ ഇനി വെഞ്ഞാറമൂട് പോയിട്ട് വേണം. ഓക്കെ. വെഞ്ഞാറമൂട് സർവീസ് MIR സർവീസ് സെൻ്ററിലാണ് വന്നിരിക്കുന്നത്. ആ വണ്ടി സർവീസ് കുറിച്ച് പിന്നെ അകത്തോട്ട് കയറി പോവാണ്. ഞാൻ അവിടെ നിന്ന് എഴുതിയൊക്കെ എടുത്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. എനിക്ക് ചെറിയൊരു ഷേക്കുണ്ട്. കഴിഞ്ഞ സർവീസ് ചെയ്തതിന് ശേഷം ഷേക്കുണ്ട്. അതും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇനി 3ാമത്തെ ഫ്രീ സർവീസാണ്. കഴിഞ്ഞ പ്രാവശ്യം 4000 സർവീസിനാണ് സർവീസ് ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ കൊണ്ട് കൊടുത്തപ്പോൾ തന്നെ 5000 കൊണ്ടുപോയി. അപ്പോൾ 7000 കൊണ്ട് കൊടുത്ത് 7661. നമ്മളായിരിക്കുന്ന ബോബ ഇനി സെയിൽ ചെയ്യാൻ വേണ്ടി ഓരോ കടകളിലോട്ടൊന്ന് പോകാൻ പോകണം. പോയി സംസാരിച്ച് നോക്കണം. എന്തെങ്കിലും ഷോപ്പുണ്ടെങ്കിൽ പറ്റും. അവിടെ വെഞ്ഞാറോളുള്ള ഈ ഷോപ്പിലാണ് ഇപ്പോൾ കയറാൻ പോകുന്നത്. ഇവിടെ കയറി ചോദിച്ചു നോക്കണം. ഞങ്ങളവിടെ ഷോപ്പിൽ കയറി. അപ്പോൾ അവൻ്റെ പപ്പയും ഒക്കെ ആയിട്ട് അങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നമ്പരും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ വെഞ്ഞാറമൂട് വേറൊരു സ്ഥലത്ത് ഈ ഷോപ്പിലോട്ടാണ് വന്നേക്കുന്നത്. ഇനി ഇവിടെ നിന്നുള്ള റെസ്പോൺസ് എന്താണെന്ന് അറിഞ്ഞൂടാ. കയറി നോക്കാം. ഞങ്ങളവിടെ ഷോപ്പിൽ കയറി വെച്ചാൽ അവിടുത്തെ ഓണറില്ല. അവിടെ നമുക്ക് നമ്പർ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്പർ കളക്ട് ചെയ്യണം നല്ലതാണ്. അപ്പം വിളിച്ച് സംസാരിക്കാനും. പിന്നെ വേറെ ഷോപ്പിലോട്ട് പോവുകയാണ്. 19 വെഞ്ഞാറമൂട് CDM ക്യാഷ് ഇടാൻ വേണ്ടി വന്നതാണ്. പക്ഷെ നല്ല തിരക്കുണ്ട്. അതിനകത്ത് കയറി. പക്ഷെ അതിനകത്ത് ഇത്ര തിരക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് മറ്റേ പാസ്ബുക്ക് പ്രിന്റ് ചെയ്യുന്ന വിഷയം. അതിനകത്ത് ബാങ്കിൽ കയറുന്ന എല്ലാവരും കൂടെ പാസ്ബുക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടി അതിനകത്താണ് കയറുന്നത്. ATM കൗണ്ടറിനകത്താണ് കയറുന്നത്. അതാണ് പ്രശ്നം. വെഞ്ഞാറമൂട് ഫ്ലൈ ഓവറിൻ്റെ പണി നല്ല സ്പീഡിൽ നടക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും കംപ്ലൈൻറ്റും പറയുന്നുണ്ട് പയ്യാണ് നടക്കുന്നത്. കാരണം ഫ്ലൈ ഓവറാണ്, വർഷങ്ങളോളം നിൽക്കേണ്ടതാണ്. അപ്പം പയ്യെ ചെയ്താൽ മതി. നിന്നാൽ മതി, നിലനിന്നാൽ മതി. ഒരു 10 കടയിലേക്ക് കയറിക്കണം. എല്ലായിടത്തും ഇതാണ് റിജക്ഷനാണ്. ഇതിൽ പോസിറ്റീവായിട്ടുള്ളത് ഉണ്ടായിരുന്നു. ആ പോസിറ്റീവായിട്ടുള്ളത് കിട്ടിയതിൻ്റെ ഇതുകൊണ്ടാണ് ഇപ്പം മിക്ക കടയിൽ സാധനം ഒരു ബോക്സിൽ സാധനം ഇരിക്കും. പക്ഷേ നമ്മളത് കുറേ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കുമ്പോൾ ചിലവർ നമ്പർ കണ്ടിട്ടുണ്ട്. അടുത്ത കടയിൽ ഇങ്ങനെ പോകുന്നത് ഞാറമൂടുന്ന് വട്ടപ്പാറ വരെ ഒരു കടകളില്ല. കച്ചവടമൊന്നും അങ്ങനെ മിക്ക കടകളിലും ഇല്ല. പോരാത്തതിന് നോമ്പും കൂടെ ഇല്ലേ, അതുകൊണ്ടാണ് മിക്കവരും കച്ചവടം ഇല്ല. ഒഴിഞ്ഞൊക്കെയാണ് കിടക്കുന്നത്. ബേക്കറിയുള്ള ആൾക്കാരെ ഇല്ല. ട്രിവാൻഡ്രമൊക്കെ മിക്കതും ആറ്റുകാൽ പൊങ്കാലയുടെ ഇതിലാണ്. നാളെയാണ് ആറ്റുകാൽ പൊങ്കാല. എല്ലായിടത്തും ബുക്കിങ്ങാണ്. അവിടെ അവിടെ പൊങ്കാല ഇടാൻ വേണ്ടി ഓരോ സ്ഥലത്ത് ബുക്കിങ് അവിടെ വന്ന് ഇവിടെയൊക്കെ ബുക്കിങ് ചെയ്യും. നാളെ തിരുവനന്തപുരത്തൊന്നും ആരും വെറുതെ ഇറങ്ങാൻ നോക്കണ്ട. നല്ല തിരക്കുണ്ട്. ഓരോ സ്ഥലത്ത് നമ്മൾ കാണാം. ഇപ്പോൾ ഇവിടുന്ന് ഇത് ഗ്ലാസ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഇനി വേറെ കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ട്. ഞങ്ങളിവിടെ ഇപ്പോൾ ചാലയിലാണ് നിൽക്കുന്നത്. ചാലയിൽ ഒരുപാട് കടയ്ക്ക് വേണ്ടി കുറേ സാധനങ്ങൾ മേടിക്കാൻ വന്നത്. ഇതേവരെ ഗോഡൗണാണെന്ന് തോന്നുന്നു. ഞങ്ങളിപ്പോൾ ചാലയിൽ കുറച്ച് സാധനങ്ങൾ മേടിച്ചു. ഇനി ഇവിടെ നിന്ന് പോകുന്നു. 1220 രൂപ പൊട്ടിക്കിപ്പോൾ. ഇപ്പോഴത്തെ സാധനം മേടിക്കാൻ വേണ്ടി ഇറങ്ങി അത്രയും പോയി.
എന്ത് പറയണമെന്ന് പറഞ്ഞില്ല. ഇനി ഉണ്ടാവേന് വരുന്നു. നമ്മളിനി ഇതുവഴിയാണ് പോകുന്നത്. ഞാൻ എൻ്റെ ഹെൽമെറ്റ് എടുക്കാൻ മറന്നു തിരിച്ചു പോണ്. അതാ ദോ ഇരിക്കുന്നു. കാല ഫുള്ളും എന്താണ് പൊങ്കാലയുടെ കച്ചവടമാണ് മുഴുവനും. അല്ലെങ്കിലും ഇവിടെ കച്ചവടം ഉണ്ട് എങ്കിലും പൊങ്കാലയൊക്കെ വേണ്ട ഫുള്ള് പൂക്കളും വേണ്ട. ഇത് കാണിച്ചു തരാം. ഇവിടെ മറ്റേ ശബരിമലയ്ക്ക് പോകത്തില്ലേ, അതേപോലെയൊക്കെ ചെയ്തു വെച്ചേക്കുന്നു. ഇവിടെ നാളെ പരിപാടിയൊക്കെ കാണുന്നു. കുറെ ക്ലബ്ബുകാരും ഇതൊക്കെ ഇങ്ങനെ പോലെ കുറെ പരിപാടി, കുറെ ബോക്സുകൾ വെക്കും, അങ്ങനെയൊക്കെ ഇതുണ്ട്. കേരള യൂണിവേഴ്സിറ്റി കാണാത്തവർക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ട്രിവാൻഡ്രം കേരള യൂണിവേഴ്സിറ്റി. അവിടെ ഇനിയിപ്പോ കിടന്ന് ഓടിയതല്ലേ, ഇനി ഞങ്ങൾ പോയി ഫുഡ് കഴിക്കാം. അൺലിമിറ്റഡ് ബിരിയാണി കഴിക്കാം. അവിടെ ഇവിടെ ആ സ്ഥലത്തിന്റെ പേരെന്തോ പറ. ലാമുടി. അവിടെ ചെന്നൈ റോയൽ ബിരിയാണി അൺലിമിറ്റഡ് ആണ് അവിടെ ബിരിയാണി. ഞാൻ അങ്ങോട്ട് പോകും. ഇതാണ് നിയമസഭ. എനിക്കിവിടെ ജോലി ഉണ്ടായിരുന്നു. ഇവിടെ എന്താ ഇതാണ്ട് എല്ലായിടത്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതാണ് മസ്കറ്റ് ഹോട്ടല്. ഇവിടെയാണ് വന്നത് നമ്മള്. ഇവിടെ ഫുള്ള് അൺലിമിറ്റഡ് ബിരിയാണിയാണ് ഇവിടെ. അതാണ്ട് ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണം. നല്ല തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട് ഇവിടെ. ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബീഫ് ബിരിയാണിയാണ് കഴിച്ചത്. വേറെ നടന്നു ബോവ ഓരോ കടകളിൽ കയറി ഇറങ്ങി ചോദിച്ചു പക്ഷെ കൊടുക്കാൻ വേറെ. ഇനി നാളെ ഇനി കഴക്കൂട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ അവിടെ നിന്ന് കുറെ കടകളിൽ കയറി ഇറങ്ങി ചോദിക്കാന്ന് വിചാരിച്ചു. ഇനി കടയിലത്തേക്ക് കുറച്ച് സാധനം മേടിക്കണം. പിന്നെ ഈ വണ്ടി ഇനി കൊണ്ടുപോയി സർവീസ് കൊടുത്തേക്കണം, അതിനെ എടുക്കണം. ഞാൻ ഇനി തിരിച്ച് കടയിലോട്ട് പോകണം. കടയിൽ പോയിട്ട് ഇനി സമയം വിളിച്ചോണ്ട് ഇനി വണ്ടി സർവീസിന് എടുത്തിരിക്കല്ലേ, അതിനെ പോയി എടുക്കണം. അവൻ്റെ അടുത്ത് ഞാൻ കടയിൽ പോയി സാധനങ്ങളൊക്കെ മേടിക്കാൻ പറഞ്ഞു, കടയിൽ ആവശ്യമുള്ള. ഈ വെഞ്ഞാറമൂട് സർവീസ് സെൻ്ററിലാണ് നിൽക്കുന്നത്. 4 മണിക്ക് വരാൻ പറഞ്ഞിപ്പോൾ 5 മണിയാവും. 4 മണി കഴിഞ്ഞ് വന്നിട്ടും സാധനം വണ്ടി റെഡിയായില്ല. ഇപ്പോൾ എന്താ പറയുക, പോളിഷ് എന്തോ കൊണ്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സമയം വേസ്റ്റാക്കലാണ്. നേരത്തെ പറഞ്ഞാലൊരു തിരുത്തുണ്ട്. സർവീസിലൊരു ചേട്ടൻ പറഞ്ഞു അത് കറണ്ട് പോയത് കൊണ്ട് ലീക്കാണല്ലോ ഇത്. എന്തോ ഓയിൽ ലീക്കാ? അടിപൊളി. നല്ലത് പറയാന്ന് വിചാരിച്ചതാണ്, നശിപ്പിച്ച അവന്മാര്. ഇത് അവന്മാര് ഓയിലിൻ്റെ ഇത് അയ്യൊരു നട്ടില്ലേ, ഇത് ലൂസ്. അവന്മാരത് ടൈറ്റ് ചെയ്തില്ല. അത് നല്ലത് പറഞ്ഞു എന്നതായിരുന്നു, അവന്മാരെ നശിപ്പിച്ച അവന്മാര്. ഈ വെഞ്ഞാറമൂടി യമാക്കാരന്മാർ ഭയങ്കര റെസ്പോൺസിബിൾ ആണ്. കാണാണ്ട് ഇതിൽ ഈ ഓയിൽ കളയുന്ന ഇത് ആണ്ടേ, ഇത് കണ്ടോ, ഇതിപ്പോൾ കാണാൻ പറ്റുമെന്നറിയില്ല. ഇത് കണ്ടോ, ആ ഒരു ഇത് ലൂസായിരുന്നു. അതിൽ ഞാൻ അവിടെ ഒതുക്കി വെച്ചിരുന്നപ്പോൾ ഓയിൽ ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അത് അതിൻ്റെ ആ നെട്ട് കളഞ്ഞ് പോയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു, പിന്നെ ഫുൾ ഓയിലങ്ങ് പറ്റി പോകത്തില്ലായിരുന്നു. അവരെന്ത് റെസ്പോൺസിബിളാണ്. ഇതിപ്പോൾ ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം എന്താണ്, വണ്ടി സർവീസ് കിട്ടാണ്ടില്ലേ,
അത് ഓക്കെ, അത് അതിൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ കറണ്ട് ഇല്ലായിരുന്നു, അപ്പം അതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആയിരുന്നു. ഓക്കെ, അത് ഞാൻ ക്ഷമിക്കാം. പക്ഷേ ഇതൊക്കെ എങ്ങനെയാണ് എനിക്ക് വേണ്ടത്? ഇപ്പം ഇതല്ലാതെ ഇനി വേറെ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് ആർക്കറിയാം? അത് ഭയങ്കര മോശമാണ് അതൊക്കെ. സമയം ഇപ്പം 10:30 കഴിഞ്ഞു. കടയിൽ കസ്റ്റമറൊന്നും ഇല്ല. ഞാൻ ഇപ്പം നാളെ ആറ്റുകൽ പൊങ്കാലയില്ല, അതുകൊണ്ട് റോഡിലൊന്നും ആളെ ഇല്ല. ഞാൻ കടയിൽ ഇപ്പുറത്തൊരു കസേര ഉണ്ട്, അവിടെ ഇങ്ങനെ വന്നിരിക്കുന്നു. എന്നാൽ പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ല. കാരണം ഇന്നൊരു പടത്തിന് പോകണമെന്ന് വിചാരിച്ചത് നടന്നില്ല. നാളെ എന്തായാലും പോകുന്നുണ്ട്. നാളെ ടിക്കറ്റ് ബുക്ക് ചെയ്തു, ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.